ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഏകദിന പരമ്പര ആരാധകർക്കിടയിൽ വലിയ ആവേശമായി മാറിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത് ആരാധകരെ ഹാപ്പിയാക്കിയിട്ടുണ്ട്. പരമ്പരയിലെ രണ്ടാം മത്സരം ഡിസംബർ 3-നാണ് നടക്കുക. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഏകദിന പരമ്പരയിൽ കളിക്കുന്നില്ല. പകരം KL രാഹുലാണ് ടീമിനെ നയിക്കുന്നത്. ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനിടെ പരിക്കേറ്റ ശുഭ്മാൻ ഗില്ല് കളത്തിന് പുറത്താണ്. രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ കളിക്കാതിരുന്ന ഗില്ലിന് ഏകദിന പരമ്പര പൂർണ്ണമായും നഷ്ടമായി. T20 പരമ്പരയിൽ ഗില്ല് ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം. തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബാംഗ്ലൂരിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പുകൾ ശുഭ്മാൻ ഗിൽ ഉടൻ ആരംഭിക്കുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആഴ്ച തന്നെ ശുഭ്മാൻ ഗിൽ ബാറ്റിംഗ് പരിശീലനം ആരംഭിച്ചേക്കും. നിലവിലെ റിപ്പോർട്ട് പ്രകാരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ T20 പരമ്പരയ്ക്ക് മുമ്പ് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ ഗില്ലിന് സാധിച്ചേക്കും. അങ്ങനെ വന്നാൽ ഓപ്പണർ റോളിൽ T20യിൽ കളിക്കാൻ ശുഭ്മാൻ ഗില്ല് ഉണ്ടാകും. കഴുത്തിന് പരിക്കേറ്റതിനാലാണ് ഗില്ല് ചികിത്സ തേടേണ്ടി വന്നത്. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണറായി തന്നെ ശുഭ്മാൻ ഗിൽ T20 പരമ്പര കളിച്ചേക്കും. ഗില്ലിന്റെ അഭാവത്തിൽ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും എല്ലാം T20യിലെ ഓപ്പണർ റോൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ശുഭ്മാൻ ഗിൽ T20 പരമ്പരയിൽ തിരിച്ചെത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ഏഷ്യ കപ്പിലൂടെയാണ് ഗിൽ ഇന്ത്യയുടെ T20 ടീമിലേക്ക് തിരിച്ചെത്തിയത്. മടങ്ങിവരവിൽ ഓപ്പണർ റോളും വൈസ് ക്യാപ്റ്റൻസിയും ഗില്ലിന് ലഭിച്ചിരുന്നു. മിന്നുന്ന ഫോമിലായിരുന്ന സഞ്ജു സാംസണെ ഓപ്പണർ റോളിൽ നിന്ന് മാറ്റിയാണ് ഗില്ലിന് ഇന്ത്യ അവസരം നൽകിയത്. എന്തായാലും T20 ലോകകപ്പിന് ശേഷം ഗില്ലിനെ T20യിലും ഇന്ത്യ ക്യാപ്റ്റനാക്കിയേക്കും. 3 ഫോർമാറ്റിലും ഒരു നായകൻ എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ കരുക്കൾ നീക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ ടീം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ T20യിലെ പ്രകടനമാണ്. ഇതിലെ പ്രകടനം വിലയിരുത്തിയാകും ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെയുള്ള T20 പരമ്പരക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കുക. ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരക്കുള്ള ടീം തന്നെയാകും T20 ലോകകപ്പിലും കളിക്കുകയെന്ന വലിയ സൂചന കഴിഞ്ഞ ദിവസം ടീം മാനേജ്മെന്റ് നൽകിയിരുന്നു. ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ച് ഏറെക്കുറെ ധാരണയുണ്ട്. ചില ബാറ്റിംഗ് പൊസിഷനുകളിൽ മാത്രമാണ് സംശയം. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് കടുത്ത മത്സരമാണ് നടക്കുന്നത്. സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, ജിതേഷ് ശർമ്മ എന്നിവരാണ് ഈ സ്ഥാനത്തിനായി പോരാടുന്നത്. നിലവിൽ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മക്കുമാണ് ഇന്ത്യ അവസരം നൽകുന്നത്. എന്നാൽ സർപ്രൈസായി ഋഷഭ് പന്തിന് അവസരം ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ T20 പരമ്പരയിലെ അവസാന മത്സരങ്ങളിൽ സഞ്ജുവിനെ മാറ്റി ജിതേഷ് ശർമ്മക്ക് ഇന്ത്യ അവസരം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഋഷഭ് പന്തിനെ ടീമിലെത്തിക്കാൻ വേണ്ടി അടുത്ത T20 പരമ്പരയിൽ സഞ്ജുവിനെ ഇന്ത്യ പുറത്തിരുത്തുമെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെട്ട വ്യക്തിയാണ് സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് റെക്കോർഡ് തുകക്ക് ട്രേഡിലൂടെ സഞ്ജു ചെന്നൈയിലെത്തിയ കാര്യമാണ് വലിയ ചർച്ചയായത്. നിലവിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിക്കുന്ന സഞ്ജു ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. അവസാനം കളിച്ച മത്സരത്തിൽ 15 പന്തിൽ 43 റൺസ് നേടി സഞ്ജു ആരാധകർക്ക് ആവേശം പകർന്നു. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ ഒഴിവാക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. എന്തായാലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള T20 പരമ്പരയിൽ തിളങ്ങേണ്ടത് ഓരോ താരത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.